ഹായ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറി എന്താണെന്ന് നോക്കണ്ടേ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൻപയറും ചേനയും ചേർത്തിട്ട് ഒരു മെഴുക്കുവരട്ടിയാണ്. വൻപയറും ചേനയും ചേർത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. നല്ല വേവുന്ന ചേനയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു മെഴുക്കുവരട്ടിക്ക്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്തോളൂ. നന്നായിട്ട് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ എൻജോയ് ചെയ്ത് കഴിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ വൻപയർ 1/2 കപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കിലോ ചേനയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ടാണ് ചേന കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വൻപയർ വെള്ളത്തിലിട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ സോക്ക് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിത് കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. 2-ന് 2 വേവാണ്. അതുകൊണ്ട് ആദ്യം പയർ വേവിച്ചെടുത്തിട്ടാണ് ഞാൻ ചേന വേവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് ചേർത്ത് വേവിക്കണം എന്നുണ്ടെങ്കിൽ മൺചട്ടിയിൽ വെച്ച് വേവിക്കാം. അപ്പോൾ രണ്ടിൻ്റെയും വേവ് ഏകദേശം സെയിം ആയി കിട്ടും. പക്ഷേ ചേനയ്ക്ക് പയറിനേക്കാൾ വേവ് കുറവാണ്. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യുകയാണെങ്കിൽ ചേനയും പയറും ഒരുമിച്ച് വെച്ച് വേവിച്ചാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ 2 കുക്കറിൽ വെച്ച് വേവിച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അധികം പാത്രങ്ങൾ കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കുക്കറിൽ തന്നെയാണ് വേവിക്കാൻ വയ്ക്കുന്നത്. നമുക്ക് കുക്കറിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം. പയറിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല, വെള്ളം മാത്രം ചേർത്തിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരു 3 വിസിൽ വരുന്നത് വരെ. അതിനുശേഷം നമുക്ക് ചേന കുക്ക് ചെയ്തെടുക്കാം. പയറിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് വേണം നമ്മുടെ ചേനയുടെ കുക്കിങ്ങും തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ആദ്യം പയറൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ പയറും അതുപോലെ തന്നെ ചേനയും കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ചേന 4 വിസിൽ വന്നപ്പോഴാണ് കുക്കായി വന്നത്. ചേനയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേറെ പാൻ വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെഴുക്കുവരട്ടി വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക. ഞാനിപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉള്ളി ചേർക്കണം കൂടുതൽ ടേസ്റ്റ്. സവോള ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുതൽ ഉള്ളി ചേർക്കുമ്പോഴാണ്. ഉള്ളി ചതച്ചിട്ടോ അല്ലെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ടോ ചേർക്കാം. നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു പിടി ഉള്ളി ചേർക്കാം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രയും ഉള്ളി ചേർക്കുന്നുണ്ട്. ഉള്ളിയുടെ കൂടെ തന്നെ കറിവേപ്പില, അതുപോലെ തന്നെ നമ്മൾ ചേനയിലോ നമ്മുടെ പയറിലോ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പയറിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, ചേനയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ഈ ഒരു ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയല്ല, വറ്റൽമുളക് ഒന്ന് ചതച്ചെടുത്തതാണ്. നിങ്ങൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോഴേ ചേർക്കേണ്ട, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ട് ചേർത്താൽ മതി. വറ്റൽമുളക് ചതച്ചതാവുമ്പോൾ നമുക്ക് ഇപ്പോഴേ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂണാണ് ഈ മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മുളകും കൂടി ഒന്ന് കുക്കായി വരട്ടെ. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെഴുക്കുവരട്ടിക്ക് ഒരു കളർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മുളക് പൊടിയും കൂടി ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ആ മുളക് ചതച്ചതും കുക്കായി തുടങ്ങുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് ഒന്ന് ഈ മുളക് പൊടിയുടെ റോ ടേസ്റ്റും കൂടി മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ചേനയിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. ചേനയിലെ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുത്തിട്ടില്ല. ചേനയിൽ കുറച്ച് വെള്ളമുണ്ട്. അത് നമുക്ക് ഈ ഒരു മെഴുക്കുവരട്ടിക്ക് നല്ലതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പയറിലേക്ക് ഉപ്പൊക്കെ പിടിച്ചു വരാനായിട്ട് ചേനയിലുള്ള വെള്ളം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ആദ്യം ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി ചേർത്ത് കൊടുക്കാം. പയറിലും കുറച്ച് വെള്ളമുണ്ട്. ഇനി ചേനയും പയറും ഒരുമിച്ചായിട്ട് ഒന്ന് കുക്കായി വരട്ടെ. രണ്ടിലേക്കും ഉപ്പും എരിവും എല്ലാം ഒന്ന് പിടിച്ചു വരുന്നത് വരെ നമ്മളൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ചേനയുടെ പീസുകളൊക്കെ ഉടഞ്ഞു പോകുന്ന അത്രയും വേവിച്ചെടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ അത്രയും വേവിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും വേവിച്ചെടുക്കാം. ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഈ ഒരു സ്റ്റേജിൽ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതുപോലെ ഒരുമിച്ചാക്കി വെച്ചിട്ട് നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ
പയറിലും അതുപോലെ ചേനയിലും ഉണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, മെഴുക്കുവരട്ടി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ 2 ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനൽ കണ്ടോളൂ. നമ്മുടെ ചാനലിൽ ഇതുപോലെ 2-3 ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള മെഴുക്കുവരട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ നടുഭാഗത്തുനിന്ന് നീക്കി നോക്കുമ്പോൾ വെള്ളമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിങ്ങനെ പയറ് ചേർത്തതുകൊണ്ട് ചെറുതായിട്ട് കുഴഞ്ഞിരിക്കുന്ന രീതിയിലുള്ള മെഴുക്കുവരട്ടി ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒരുപാട് കുഴഞ്ഞതല്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത്രയുള്ള മെഴുക്കുവരട്ടിയുടെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.